ഹലോ ഫ്രണ്ട്സ്, ട്രാൻസ്ഫോർമേൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോമോൻ. വിവിച്ചൻ വന്നിട്ടില്ല, വിവിച്ചൻ വീട്ടിലാണ്. നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ വേറെ ഒന്നുമല്ല, ഒരു കരകൗശല വസ്തുവാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞ കരകൗശല വസ്തു ഇതാണ്. ഇത് നമ്മൾ ഭിത്തിമ തൂക്കണ ഫ്ലവർ വേസ് ആണിത്. ഇത് ഞാനിനി ഇത് എങ്ങനെ ഉണ്ടാക്കി, എന്തും വെച്ച് ഉണ്ടാക്കി എന്ന് പറയാം. ഇല്ല, ഒരു ഫ്ലവർ വേസ് നോക്കിക്ക് ഒരു സ്മാർട്ട് ഫോൺ എടുത്ത് കൊടുത്ത് ഞങ്ങളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട്. പച്ചമുളക് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ മഞ്ഞമുളക് വെച്ച് ഉണ്ടാക്കിയേക്കണത്. ഇത് നമ്മൾ 1 ഇഞ്ച് അളവിലാണ് എടുത്തേക്കണത്. ഇങ്ങനത്തെ ഒരു 9 പീസാണ് നമ്മൾ കട്ട് ചെയ്തേക്കണത്. അത് കഴിഞ്ഞിട്ട് ഒരു 7 ഇഞ്ച് അളവിൽ നമ്മൾ ഒരു ചെറിയ മുളയുടെ പീസ് കട്ട് ചെയ്ത്, ആദ്യം തന്നെ നമ്മൾ ഈ സൈഡ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത്, അതിന് ഈ സൈഡ് നമ്മൾ ചരിച്ച് കട്ട് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടുകമ്പി എടുത്തിട്ട് 3 വീതമാണ് ആദ്യം കെട്ടിയേക്കണേ. ആദ്യം 3 കെട്ടിയത്, അത് കഴിഞ്ഞിട്ട് വീണ്ടും 3 കെട്ടി, അത് കഴിഞ്ഞിട്ട് വീണ്ടും 3, ലാസ്റ്റ് ഇതൊക്കെ കൂടി ജോയിൻ്റ് ചെയ്ത്, ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ 7 ഇഞ്ചിൻ്റെ ഇതെടുത്തിട്ട് ഇത് വട്ടം കെട്ടി. ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഇതിന് വേണ്ടി ഉപയോഗിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ വെച്ച് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് പോളിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വാൾ വെച്ചാണ് കട്ട് ചെയ്തേക്കണത്. പിന്നെ നമ്മൾ ഇതിൻ്റെ അളവിന് വേണ്ടിയിട്ട് വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അളവിന് വേണ്ടി നമ്മൾക്ക് തെറ്റാണ്ടിരിക്കാൻ വേണ്ടി നമ്മളൊരു ബാൻഡ് ഇട്ടിട്ടാണ് കറക്റ്റ് അളവ് എടുത്തേക്കണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്ലെയറൊക്കെ വെച്ച് കട്ട് ചെയ്തിട്ടാണ് ഇത് കെട്ടിയേക്കണത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കരകൗശല വസ്തു ഉണ്ടാക്കാൻ ഉപയോഗിച്ച സാധനങ്ങളും ഉണ്ടാക്കിയ രീതി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും അടിയിൽ കമൻറ്റ് രേഖപ്പെടുത്തേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.